ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പത്തിരിയാണ് കേട്ടോ. ഇനി നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ വളരെ സിമ്പിളായിട്ടും എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈ പത്തിരി എല്ലാവരുടെ വീട്ടിലും നോമ്പിൻ്റെ സമയത്തായിട്ടുണ്ടെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടും എന്നാൽ നമ്മളെ എല്ലാവരുടെ വീട്ടിലും സാധാരണ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു പത്തിരി ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഒരുമിച്ച് ഒരു 5 4 ഒക്കെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു 3 കപ്പ് 4 കപ്പ് വെള്ളം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം കുറഞ്ഞു പോകാതിരുന്നാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക്. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് മസ്റ്റായിട്ടുള്ളതാണ്. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതേ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാൻ ഒരു 2 കപ്പ് അരിപ്പൊടി, നല്ല നൈസ് പൊടി തന്നെ എടുക്കണം കേട്ടോ. ഇത് വറുത്ത പൊടിയല്ല കേട്ടോ, അല്ലാത്ത പൊടിയാണ്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കപ്പിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് മാവ് വെച്ച് കുഴച്ചെടുക്കുന്നതിനേക്കാൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇതുപോലെ നമ്മൾ മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. പിന്നെ ഇതുപോലെ ഈ ഒരു ട്രിക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാവിന് നല്ല സോഫ്റ്റ് വേണം കേട്ടോ. എന്നാലാണ് ഞാൻ പറഞ്ഞ പോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതെല്ലാവരും ഒന്ന് മറക്കരുതേ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ മാവൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു തട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. പരന്ന തട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പൊടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അളവിന് അനുസരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ തട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളം ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. വല്ലാണ്ട് ചൂടാറി പോകാൻ പാടില്ല. ഇളം ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിത് മാവൊന്നും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കൈ വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ഞാൻ കുഴച്ചെടുക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ മാവ് ഇരിക്കുന്നത്. അപ്പോൾ കുഴയ്ക്കാന്ന് വെച്ചാലും അധികം നമ്മളങ്ങോട്ട് ബലം കൊടുത്ത് കുഴക്കേണ്ടിയും വരില്ല. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മാവാണ്. അപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യം ആരും വിട്ട് പോകരുത് കേട്ടോ. പിന്നെ ഞാൻ റെഡിയാക്കിയെടുക്കുന്നത് ഇതുപോലത്തെ ഒരു 50 പൈസ കവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മോൾ ഭാഗം നമ്മുടെ ആ പിടുത്തല്ലേ, ആ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടിയിലത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് അങ്ങോട്ട് നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചിട്ട് ഈ 2 സൈഡും ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2 പീസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നല്ലൊരു കവർ എടുത്തിട്ട് ഞാൻ അവിടെ വേറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ 2 പീസ്. അപ്പോൾ ഞാനിത് വേറെ കട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒക്കെ നല്ല കവർ തന്നെ എടുക്കുക കേട്ടോ. അതിപ്പോൾ വെള്ള 50 പൈസയുടെ കവർ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ പഞ്ചസാരയ്ക്ക് കൊണ്ടുവരുന്ന നല്ല കവറുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കവറായാലും മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനത്തെ 50 പൈസയുടെ ഒരു കവറും ബാക്കിയൊക്കെ പഞ്ചസാരയുടെ കവർ, അങ്ങനെ ഒരു 4-5 പീസ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മാവൊക്കെ ഒന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഷീറ്റൊന്ന് അതിൽ നിന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് അരിപ്പൊടിയും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനുള്ള പരത്തിയെടുക്കാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് ഇതേപോലെ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ഒന്ന് പരത്തണ്ട കേട്ടോ. ജസ്റ്റ് ഞാനിപ്പോൾ ഈ പരത്തിയ പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നിരത്തി വെച്ച ഷീറ്റിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നടുവിലായിട്ട് തന്നെ ഈ മാവ് നമ്മൾ പരത്തിയില്ലേ ജസ്റ്റ് അതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഉരുള എടുക്കുക. ഇതേപോലെ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടിയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. ഒരിക്കലും മാവ് ഡ്രൈ ആയി പോകരുത്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അതുപോലെ നമ്മൾ ഈ കുഴച്ച് വെച്ച് ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് നമ്മൾ കുറച്ചും കൂടി ഡ്രൈ ആയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒന്നും കൂടി ഒന്നങ്ങോട്ട് കുഴച്ച് ഓരോന്നെടുത്താൽ മതി കേട്ടോ, മൊത്തത്തിൽ കുഴക്കേണ്ട. ഓരോന്നെടുത്തിട്ട് ഒന്നിങ്ങനെ വെറുതെ ഒന്നും കൂടി ഉരുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാനൊരു 4 എണ്ണമാണ് കേട്ടോ ഒരുമിച്ച് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്ന രീതിയിൽ തന്നെ ഒരു ഷീറ്റ് വെക്കുക, അതിൻ്റെ മുകളിൽ മാവ് പരത്തി വെക്കുക, പിന്നെ അടുത്ത ഷീറ്റ് വെക്കുക. ആ ഷീറ്റ് വെക്കുന്ന ടൈമിലൊക്കെ അതിൻ്റെ മുകളിൽ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. എന്താ വെച്ചാൽ ഇത് എന്തായാലും പരത്തിയെടുക്കുന്ന ടൈമിൽ എല്ലായിടത്തേക്കും എത്തും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ബോർഡാണ്, നമ്മൾ കട്ടിംഗ് ബോർഡില്ലേ, അത് മരത്തിൻ്റെയൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ കാണുന്ന പോലെ ഏറ്റവും മുകളിൽ കടലാസ് വരണം കേട്ടോ, അത് മറന്നു പോകരുത്, പ്ലാസ്റ്റിക് കവർ വരണേ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പലക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പാത്രം ആയാലും മതി കേട്ടോ. അങ്ങനെ ഞാൻ നേരെയും വെച്ചു ചെരിച്ചും വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ല രീതിയിൽ തന്നെ പരന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് പരത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പൊടി എന്തിനാണ് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നതെന്ന് മനസ്സിലായി. നമുക്ക് ഷീറ്റ് ഇങ്ങോട്ട് പൊന്തിച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോവാതിരിക്കാനും, പിന്നെ അതുപോലെ തന്നെ അടുത്തതും ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ കവറും മാവും കൂടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, നല്ല നൈസായിട്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ പത്തിരിയൊക്കെ ഇതിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ഞാൻ ചെയ്ത് തന്നില്ലേ അതുപോലെ തന്നെ നമുക്ക് ഓരോ ഉരുളകളും എടുത്ത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ മാവ് ഞാൻ മൊത്തം ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ മക്കൾക്ക് അങ്ങനെ പത്തിരിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഇപ്പോൾ നോമ്പ് സമയത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാം. എന്തായാലും നോമ്പൊക്കെ തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും കൂടി പറഞ്ഞു തരാമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇത് പത്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് ചുട്ടെടുക്കേണ്ട കാര്യം ഇപ്പോൾ എല്ലാവരോടും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പത്തിരി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൈസ് പത്തിരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.